കുറച്ച് നാളായി വീട്ടിൽ ചിക്കൻ വാങ്ങിയിട്ട്. അപ്പൊ ചിക്കൻ വെക്കാനുള്ള കൊതി കാരണം ഇന്ന് അപ്പം കടയിൽ പോയപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാനും വല്യമ്മയും അമ്മാമ്മയും ഒക്കെ കൂടി. ഇന്ന് കുടുംബശ്രീ ഉള്ളതുകൊണ്ട് അവരൊക്കെ അതിന് പോകും. അപ്പൊ ചിക്കൻ കറി വെക്കാന്ന് ഞാനും കൂടി ഏറ്റെടുത്തു. വല്ലാത്ത ഏറ്റെടുക്കലായി പോയി. എന്നാലും കുഴപ്പമില്ല. ചിക്കൻ കറി ഞാനിന്നൊരു വെറൈറ്റിയിലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ അരച്ച ചിക്കൻ കറി. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തക്കാളി, അതുപോലെ തന്നെ സവോള എല്ലാം നമ്മൾ അരച്ചെടുക്കണം. അപ്പൊ ഞാൻ ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയുള്ളി, കുറച്ച് മല്ലിയില എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഓൾറെഡി അരിഞ്ഞ സവാള ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ തക്കാളി അതും. പിന്നെ ചിക്കനിൽ നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് തിരുമ്പി വെക്കുക. അങ്ങനെ ഞാൻ ചിക്കൻ അടുപ്പിൽ കയറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒന്നാമത് അടുപ്പിന്റെ ചൂട്, എപ്പോഴും അങ്ങനെ അടുപ്പിൽ നിൽക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. പിന്നെ അനിയൻ ചൂണ്ടലാട്ടിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻ തരുമോ ചോദിക്കുകയാണ്. ഉള്ളതാണെങ്കിൽ മൊത്തം കൊമ്പുള്ള ഒരു പ്രത്യേക ടൈപ്പ് മീനാണ്. അങ്ങനെ ഞങ്ങള് ഒരു അലുവ കഷ്ണമൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കാൻ എന്റെ കൂടെ തന്നെ നിൽക്കായിരുന്നു കേട്ടോ അവൻ. പിന്നെ അനിയൻ വീണ്ടും പോയി ചൂണ്ടലാട്ടിയിട്ട് കൊണ്ടുവന്നതാ നല്ലൊരു ചൊടിയൻ മീനിനെ. ഇതുപോലെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ചൂണ്ടലാട്ടി മീനും കൊണ്ട് ഇതൊക്കെ ഒരു ഹരമാണില്ലേ. എന്റെ മകനാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണെങ്കിൽ ജീവനുള്ള മീൻ. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് വൈകുന്നേരത്തേക്ക് ചപ്പാത്തി വേണം. അങ്ങനെ ഒരു ഭാഗത്ത് പരത്ത് ഒരു ഭാഗത്ത് ചുടുക. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഞാൻ കഴിച്ചതാണെങ്കിലോ ചോറും. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.